ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. മൊഡ്യൂൾ 4-ലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ പറ്റിയാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ആദ്യം ഗവർണറെ പറ്റി പഠിച്ചായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ വരുന്നത് ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ ആണ്. ആർട്ടിക്കിൾ 153 to 167 പാർട്ട് 6 ആണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ ഗവർണർ പഠിച്ചു. ഗവർണർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് ആണെന്ന് പഠിച്ചു. ഗവർണർ ആൾസോ ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പം അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണറും ക്വാളിഫിക്കേഷനും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 ഇയേഴ്സിന് മുകളിലുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ഹി ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് 2 ഹൗസിലെയും മെമ്പർ ആകാൻ പാടില്ല. ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. യാതൊരുവിധ ലാഭം കിട്ടുന്ന ആ ഒരു കാര്യത്തിലും ഇടപെടുന്ന ആൾ ആയിരിക്കരുത്. ഓക്കെ. ഇനി ടേം ഓഫ് ഗവർണേഴ്സ് ഓഫീസ്. എ ഗവർണർ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി എൻറ്റേഴ്സ് അപ്പോൺ ഹിസ് ഓഫീസ്. ഓഫീസിൽ കയറി തൊട്ട് 5 വർഷമാണ് ഗവർണറിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ദ പ്രസിഡന്റ് മേ ട്രാൻസ്ഫർ എ ഗവർണർ അപ്പോയിൻറ്റഡ് ടു വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ടൈം. പിന്നെ പ്രസിഡന്റിന് വേണമെങ്കിൽ ഗവർണറെ നീക്കം ചെയ്യാം, അല്ലെങ്കിൽ ഗവർണറിന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി അപ്പോയിൻമെൻറ്റ് ചെയ്യിക്കാനുമുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. Further, a governor whose term has expired may be reappointed in same state to or any other state. അതുപോലെ തന്നെ 5 വർഷം കാലാവധി കഴിഞ്ഞ ഗവർണറിനെ വേണമെങ്കിൽ പ്രസിഡന്റിന് ഇഷ്ടമാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യാനും പറ്റും. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്. എക്സിക്യൂട്ടീവ് പവർ. ഫസ്റ്റ് പവർ ഈസ് എക്സിക്യൂട്ടീവ് പവർ. ഹി അപ്പോയിൻറ്റ്സ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ആക്ട് ആസ് ദ ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ സ്റ്റേറ്റ്. ഹി അപ്പോയിൻറ്റ്സ് ദ വൈസ് ചാൻസലേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ഇൻ സ്റ്റേറ്റ്. അപ്പം എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററിനെയും അഡ്വക്കേറ്റ് ജനറലിനെയും ബാക്കി മിനിസ്റ്റേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവർണർക്കാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പേഴ്സിനെയും യൂണിവേഴ്സിറ്റി ചാൻസലേഴ്സ്, വൈസ് ചാൻസലേഴ്സ് തുടങ്ങിയവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ PSC മെമ്പേഴ്സ്, കേരളത്തിൻ്റെ ആണ് PSC പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പേഴ്സ്, പിന്നെ അതുപോലെ തന്നെ കേരള PSC, പിന്നെ യൂണിവേഴ്സിറ്റി. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി ആയാലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർമാരെയും വൈസ് ചാൻസലർമാരെയൊക്കെ നിയമിക്കുന്ന ആരാണ്? ഈ ഗവർണറാണ്. Then second one is legislative powers. He can address the state legislature. He nominate 1/6 of the members of the state legislative council from amongst person having special knowledge or practical experience in literature, science, art, cooperative movement and social service. He can nominate 1 member to the state legislature assembly from Anglo-Indian community. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ അഡ്രസ്സ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. ഇനി അദ്ദേഹത്തിന് 1/6 ഓഫ് മെമ്പേഴ്സ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/6 മെമ്പറിനെ എന്ത് ചെയ്യാം? നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏത് വിഭാഗത്തിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത്? കലയിലോ സയൻസിലോ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ലിറ്ററേച്ചർ, ഇതിലൊക്കെ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ ഈ എന്തിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും ഗവർണർക്കുണ്ട്. അതുപോലെ തന്നെ ഹി ക്യാൻ നോമിനേറ്റ് 1 member ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു മെമ്പറിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. And third power is financial power. He sees that the annual financial statement is laid before state legislature. He can make advances out of the contingency fund of the state to meet any unforeseen expenditure. He constitute a finance commission after every 5 years. അതായത് ഫിനാൻസ് കമ്മീഷൻ, ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പവറും ആർക്കാണ്? ഗവർണറാണ്. സ്റ്റേറ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴായാലും അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ ഓരോ 5 വർഷം കൂടുമ്പോഴും ഫിനാൻസ് കമ്മീഷൻ കൂടാനുള്ള എല്ലാ അധികാരവും ആർക്കാണ്? ഗവർണർക്കാണ്.
Fourth power is judicial powers. He is consulted by the president while appointing the judge of the concerned state high court. He appoints posting and promotions of district judges in കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഹൈക്കോർട്ട്. അപ്പം ഹൈക്കോടതി ജഡ്ജസ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജസ് തുടങ്ങിയ എല്ലാ ജഡ്ജസിനെയും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവറും ആർക്കാണ്? ഈ ഗവർണർക്കാണ്. അപ്പോൾ ഇത്രയും പവേഴ്സാണ് ഗവർണർക്കുള്ളത്. എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, ഫിനാൻഷ്യൽ പവർ ആൻഡ് ജുഡീഷ്യൽ പവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഫസ്റ്റ് ആളായ ഗവർണറെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ചീഫ് മിനിസ്റ്ററെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കേരളത്തെ എക്സാമ്പിൾ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഓരോ സ്റ്റേറ്റിലെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ ഇസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. ആർട്ടിക്കിൾ 164 says that the chief minister shall be appointed by the governor. ആർട്ടിക്കിൾ 164 പ്രകാരം ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. The governor has to appoint the leaders of majority party in state legislative assembly as chief minister. അതാണ് ഗവർണർ ഹാസ് ടു അപ്പോയിൻറ്റ് ദ ലീഡർ ഓഫ് മെജോറിറ്റി പാർട്ടി. എലക്ഷൻ നടന്നു കഴിഞ്ഞ് മെജോറിറ്റി വരുന്ന പാർട്ടിയുടെ ലീഡറിനെയാണ് ഈ ഗവർണർ എന്ത് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത്. ബട്ട് വെൻ നോ പാർട്ടി ഹാസ് എ ക്ലിയർ മെജോറിറ്റി ഇൻ ദ അസംബ്ലി then the governor may exercise his personal discretion in the selection and appointment of the chief minister. ഇനി ഇപ്പം ലീഡിങ് പാർട്ടികൾ ഇപ്പോൾ 2 പാർട്ടിയുണ്ട് അല്ലെങ്കിൽ 3 പാർട്ടിയുണ്ട്, അവരാരും തന്നെ വേണ്ടത്ര ലീഡ് ചെയ്തില്ല, ഒരേപോലെയാണ് നിൽക്കുന്നതെങ്കിൽ ഗവർണർ എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. In such a situation, the governor usually appoints the leader of largest party or coalition in the assembly as chief minister and ask him to seek a vote of confidence in the house within the month. അതായത് എന്താണ്? അങ്ങനെ ഇപ്പോൾ 2 പാർട്ടിയും തുല്യമായിട്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു മെജോറിറ്റി ലാർജസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, മെമ്പേഴ്സിനെ കൊണ്ട് ലാർജ് ആയിട്ടുള്ള ഒരു പാർട്ടി കാണുമല്ലോ, ആ പാർട്ടിയിലെ ലീഡറിനെ എന്ത് ചെയ്യും? മുഖ്യമന്ത്രി ആയിട്ട് നിയമിച്ചിട്ട് ഒരു മാസം കൊണ്ട് എന്താണ് കോൺഫിഡൻസ് വോട്ട്, അതായത് ആൾക്കാരുടെ വോട്ട് എത്രത്തോളം ലഭിക്കുന്നു എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യും? ആ പാർട്ടിയുടെ ലീഡറിനെ ചീഫ് മിനിസ്റ്ററായിട്ട് ഇദ്ദേഹം നിയമിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പം എത്ര പാർട്ടി ഉണ്ടോ അത്രയും പാർട്ടിക്ക് വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടിയില്ല, തുല്യമായിട്ടാണ് പോകുന്നതെങ്കിൽ മൊത്തത്തിലുള്ള ലാർജ് പാർട്ടി ആരാണോ അതിൻ്റെ ലീഡറെ എന്ത് ചെയ്യും? ചീഫ് മിനിസ്റ്റർ ആക്കും. ചീഫ് മിനിസ്റ്റർ ആക്കിയതിന് ശേഷം ഒരു മാസത്തെ കാലാവധി കൊടുക്കും. അതിലൂടെ കോൺഫിഡൻസ് വോട്ട് തേടാനുള്ളതാണ് 1 മാസത്തെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ്. അതുപോലെ തന്നെ അവരുടെ പാർട്ടി ഇപ്പോൾ ഇലക്ഷൻ നടന്നു, ഇപ്പോഴല്ല ഇലക്ഷൻ നടന്നത്. അപ്പോൾ ഇലക്ഷൻ നടന്നപ്പോൾ അവരുടെ പാർട്ടി മജോറിറ്റി വോട്ട് മേടിച്ചു. അപ്പോൾ അതിൻ്റെ ലീഡർ ആരാണ്? അദ്ദേഹത്തെയാണ് ചീഫ് മിനിസ്റ്ററാക്കി ആക്കുന്നത്. അപ്പോൾ അത് ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. Then appointment of chief minister. A person who is not a member of state legislature can be appointed as chief minister for 6 months according to the constitution. The chief minister may be a member of any 2 houses of a state legislature. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ ഏതെങ്കിലും 2 ഹൗസിലെ അംഗമായിരിക്കണം. പക്ഷേ വേണമെങ്കിൽ 6 മാസത്തേക്ക് അങ്ങനെ അംഗമല്ലാത്ത ഒരു പേഴ്സണെയും എന്താക്കാൻ പറ്റും? ചീഫ് മിനിസ്റ്റർ ആക്കാനായിട്ട് പറ്റും. അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന നിയമമാണ്. ഓക്കെ, ദെൻ ടേം. എത്രയൊക്കെ ടേമാണ്? കാലാവധിയാണ് പറയുന്നത് ചീഫ് മിനിസ്റ്ററിൻ്റെ. ദ ടേം ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഈസ് നോട്ട് ഫിക്സഡ് ഹാസ് ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ഗവർണർ. However, this does not mean that the governor can dismiss him at any time. He cannot be dismissed by the governor as long as he enjoys the majority support in the legislative assembly. But he loses the confidence of the assembly, he must resign or governor can dismiss him. അപ്പം യൂഷ്വലി 5 വർഷമാണ് നമ്മുടെ കാലാവധി. നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അതുപോലെ തന്നെയാണ് എല്ലായിടും. അപ്പോൾ 5 വർഷത്തെ കാലാവധിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ടേം എന്ന് പറയുന്നത് ഫിക്സ് ആക്കി വച്ചിട്ടില്ല. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ റീ ഇലക്ഷൻ വരും. അതുപോലെ തന്നെ ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
എപ്പോൾ വേണമെങ്കിലും ഡിസ്മിസ് ചെയ്ത് കളയാനും പറ്റില്ല. ഹി കനോട്ട് ബി ഡിസ്മിസ്ഡ് ബൈ ദ ഗവർണർ ആസ് ലോങ് ആസ് ഹി എൻജോയ് ദ മെജോറിറ്റി സപ്പോർട്ട് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെജോറിറ്റി സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഗവർണറിനെ നേരിട്ട് ചീഫ് മിനിസ്റ്ററെ നീക്കം ചെയ്യാൻ പറ്റില്ല. ബട്ട് ഹി ലോസസ് ദ കോൺഫിഡൻസ് ഓഫ് അസംബ്ലി. പക്ഷേ അസംബ്ലിയുടെ പിന്താങ്ങൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് സ്വന്തമായിട്ട് റിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഗവർണർക്ക് ഡിസ്മിസ് ചെയ്യാനോ പറ്റും. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ടേം ഓഫ് ചീഫ് മിനിസ്റ്റർ നോട്ട് ഫിക്സ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും ചീഫ് മിനിസ്റ്ററായിട്ട് ഇരിക്കാമെന്നല്ല. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കേസ് എടുത്താൽ നമുക്കറിയാം 5 വർഷമാണ് ഒരു വ്യക്തി ചീഫ് മിനിസ്റ്ററായിട്ട് ഇരിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യും? റീ ഇലക്ഷൻ നടക്കും. പിന്നീട് അവരുടെ പാർട്ടി തന്നെയാണ് ഇലക്ഷനിൽ ജയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും? അദ്ദേഹത്തെ പിന്നെയും എന്താക്കാൻ പറ്റും? ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ ആരാണോ അപ്പോഴും ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചീഫ് മിനിസ്റ്റർ ആക്കാൻ പറ്റും. പക്ഷേ ഗവർണർക്ക് ഏതൊരു സമയത്തും വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചീഫ് മിനിസ്റ്ററെ എന്ത് ചെയ്യാൻ പറ്റില്ല? നീക്കം ചെയ്യാൻ പറ്റില്ല. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് ചീഫ് മിനിസ്റ്ററെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല. ഡിസ്മിസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? If he lost the confidence of assembly, he must resign or the governor can dismiss him. Okay. Then powers and functions of chief minister. Chief ministerയുടെ പവറും ഫങ്ഷൻസും ഇൻ റിലേഷൻ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. മറ്റ് മിനിസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് പവേഴ്സ്? ദ ഗവർണർ അപ്പോയിൻറ്റ്സ് ഓൺലി ദോസ് പേഴ്സൺസ് ആസ് മിനിസ്റ്റേഴ്സ് ഹു ആർ റെക്കമെൻഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ. ഇപ്പോൾ ഗവർണർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ചീഫ് മിനിസ്റ്ററാണ് പറയുന്നത് ഓരോ വകുപ്പ് അതാണ് ഓരോ മന്ത്രിമാരാരൊക്കെയാണെന്ന് പറയേണ്ടത് ചീഫ് മിനിസ്റ്ററാണ്. ഹി അലോക്കേറ്റ്സ് ആൻഡ് റിഷഫിൾസ് ദ പോർട്ട്ഫോളിയോസ് എമോങ് ministers. He can ask a minister to resign or advise the governor to dismiss him in the case of difference of opinion. അതുപോലെ തന്നെ ഓരോ വകുപ്പ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് ഓരോ വകുപ്പ് ആർക്കൊക്കെ കൊടുക്കണം. ഇപ്പോൾ വിദ്യാഭ്യാസം, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫിഷറീസ്, അതുപോലെ തന്നെ പൊതുമരാമത്ത്, അങ്ങനെ ഓരോ വകുപ്പും ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? ഈ ചീഫ് മിനിസ്റ്ററാണ്. ഹി ആസ്ക് എ മിനിസ്റ്റർ ടു റിസൈൻ ഓർ അഡ്വൈസ് ദ ഗവർണർ ടു ഡിസ്മിസ് ഹിം ഇൻ ദ കേസ് ഓഫ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്മിസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഹീ ക്യാൻ ആസ്ക് എ മിനിസ്റ്റർ ടു റിസൈൻ, തിരിച്ച് റിസൈൻ ചെയ്ത് പോകണം, എന്തെങ്കിലും ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ടെന്ന് ഒരു മിനിസ്റ്ററോട് പറയാനുള്ള അധികാരവും ചീഫ് മിനിസ്റ്റർക്കുണ്ട്. ഹി പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ്സ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ഇറ്റ്സ് ഡിസിഷൻസ്. ഹി ഗൈഡ്സ്, ഡയറക്ട്സ്, കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ മിനിസ്റ്റേഴ്സ്. എല്ലാ മന്ത്രിമാരുടെയും എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ചീഫ് മിനിസ്റ്ററാണ്. അവർക്ക് വേണ്ടുന്ന മീറ്റിംഗ്സ് വിളിച്ചു കൂട്ടുന്നത്, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ചീഫ് മിനിസ്റ്ററാണ്. ഇനി ഇൻ റിലേഷൻ ടു ഗവർണറുടെ റിലേഷൻ നോക്കുമ്പോൾ എന്താണ് ചീഫ് മിനിസ്റ്ററുടെ ഫങ്ഷൻ? He is the principal channel of communication between governor and council of ministers to communicate to the governor of the state all decisions of council of ministers relating to the administration. അതായത് ഇപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഗവർണറുണ്ട്. അപ്പോൾ ഇവർക്ക് ഇടയ്ക്ക് ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്ററാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ ഗവർണർ വഴി കൈമാറുന്നതും തിരിച്ചുമൊക്കെ ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഹി അഡ്വൈസസ് ദ ഗവർണർ വിത്ത് റിഗാർഡ് ടു ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽസ് ലൈക്ക് അഡ്വക്കേറ്റ് ജനറൽ, ചെയർമാൻ ആൻഡ് members of state public service commission, state election commissioner and so on. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്ത് അഡ്വക്കേറ്റ് ജനറൽ, ചെയർമാൻ, അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പേഴ്സ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ തുടങ്ങിയ ആൾക്കാരെ നിയമിക്കാനുള്ള അഡ്വൈസ് തിരക്കുന്നത് ആരടുത്താണ്? ഗവർണറാണ് അഡ്വൈസ് കൊടുക്കുന്നത്. ആരടുത്ത്? ചീഫ് മിനിസ്റ്ററിൻ്റെ അടുത്ത് അഡ്വൈസ്. ചീഫ് മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഗവർണറുടെ അടുത്താണ്. എന്നിട്ടാണ് ചീഫ് മിനിസ്റ്റർ പോയി ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നത്? നിയമിക്കുക. ഹി അഡ്വൈസസ് ദ ഗവർണർ വിത്ത് റിഗാർഡ് ടു ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽസ്. ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽസിൻ്റെ അപ്പോയിൻമെൻറ്റിനെ പറ്റി അഡ്വൈസ് തിരക്കുന്നതും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതും ഗവർണറും ചീഫ് മിനിസ്റ്ററും കൂടെയാണ്. ഓക്കെ, അതാണ് ഇൻ റിലേഷൻ വിത്ത് ഗവർണർ ഫങ്ഷൻ ഓഫ് എ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ അതർ പവേഴ്സ്. ഹി ഈസ് ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. അതാണ് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്?
ഈ ചീഫ് മിനിസ്റ്ററാണ്. ഹി ഈസ് എ മെമ്പർ ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആൻഡ് ഗവൺമെൻറ് കൗൺസിൽ നീതി ആയോഗ്, ബോത്ത് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന നീതി ആയോഗിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഹി ഈസ് ദ ചീഫ് സ്പോക്കൺ മാൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യ സ്പോക്കൺ മാനും ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ഹി ഈസ് ദ ക്രൈസിസ് മാനേജർ ഇൻ ചീഫ് അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ ഡ്യൂറിങ് എമർജൻസീസ്. എന്തെങ്കിലുമൊക്കെ അടിയന്തരാവസ്ഥയോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ക്രൈസിസ് മാനേജറായിട്ട് ആക്ട് ചെയ്യേണ്ടതും ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പവറും ഉള്ള ഒരു വ്യക്തിയാണ് ചീഫ് മിനിസ്റ്റർ. ആ സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ചീഫ് മിനിസ്റ്ററിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്. ഇൻ റിലേഷൻ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, എല്ലാ മന്ത്രിമാരെയും നിയമിക്കുന്നതും അവർക്ക് വിവിധ വകുപ്പുകൾ കൊടുക്കുന്നതും ഒക്കെ ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ അവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്, ഡിസിഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചീഫ് മിനിസ്റ്ററാണ്. പിന്നെ ഗവർണറുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഈ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതർ പവേഴ്സ്: ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗിൻ്റെ മെമ്പർ ഓഫ് നീതി ആയോഗ്. ഹീസ് എ ചീഫ് spokesman of the state government. He is the crisis manager in chief at the political level during emergencies. Okay. Then State Council of Ministers. Article 163 deals with the status of the Council of Ministers, while Article 164 deals with the appointment, tenure, responsibility, qualification, oath and salaries and allowances of the ministers. അപ്പോൾ ആർട്ടിക്കിൾ 163 ആണ് എന്ത് ചെയ്യുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ബാക്കി മിനിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 163 ആണ്. ഇനി ആർട്ടിക്കിൾ 164 ഇവരുടെ അപ്പോയിൻമെൻറ്റ്, പിന്നെ അവരുടെ കാലാവധി, അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, സാലറീസ്, അതർ അലവൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് 164 എന്ന് പറയുന്നത്. Article 163, there shall be a council of ministers with the chief minister as the head to aid and advise the governor in exercise of his function. അപ്പോൾ ആർട്ടിക്കിൾ 163 അനുസരിച്ച് ഒരു സ്റ്റേറ്റിന് ഒരു ചീഫ് മിനിസ്റ്ററും വേണം ഹെഡായിട്ട്, പിന്നീട് അദ്ദേഹത്തെ തുടർന്ന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും വേണം. വിവിധ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വിവിധ മിനിസ്റ്റേഴ്സ് വേണം. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 163 പറയുന്നത്. പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ സാലറി, പിന്നെ അവരുടെ അലവൻസ്, അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 164 എന്ന് പറയുന്നത്. then അപ്പോയിൻമെൻറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ്. ബാക്കി മിനിസ്റ്റേഴ്സിനെയൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The chief minister shall be appointed by the governor and other ministers shall be appointed by the governor on the advice of chief minister. അപ്പോൾ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ. പിന്നെ ചീഫ് മിനിസ്റ്ററും ഗവർണറും കൂടെ തമ്മിൽ കൂടിയാലോചിച്ചിട്ട് ബാക്കി മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യും. The total number of ministers including the chief minister in the council of ministers in a state shall not exceed 15% of the total strength of legislative assembly. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരുടെയും കൂടെ എണ്ണം എന്ന് പറയുന്നത് ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 15% കൂടാൻ പാടില്ല. മനസ്സിലായല്ലോ? അത്രേ ഉണ്ടാവാൻ 15%. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 15% കൂടാൻ പാടില്ല ഈ മുഖ്യമന്ത്രിയുടെയും ബാക്കി മന്ത്രിമാരുടെയും എണ്ണം ഓരോ സ്റ്റേറ്റിലും. അപ്പോൾ അത്രയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും ചീഫ് മിനിസ്റ്ററിനെയും പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. നമ്മൾ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ പഠിച്ചതുപോലെ സ്റ്റേറ്റ് അഡ്വക്കേറ്റ് ജനറൽ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 165 ഹാസ് പ്രൊവൈഡഡ് ഫോർ ദ ഓഫീസ് ഓഫ് ദ അഡ്വക്കേറ്റ് ജനറൽ ഫോർ ദ സ്റ്റേറ്റ്. ഹി ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു സംസ്ഥാനത്തെ ഉന്നതമായ ഒരു അഭിഭാഷകൻ എന്നറിയപ്പെടുന്ന, പ്രഥമ അഭിഭാഷകൻ എന്നറിയപ്പെടുന്ന ആളാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ദ അഡ്വക്കേറ്റ് ജനറൽ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ. ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഹി മസ്റ്റ് ബി എ പേഴ്സൺ ഹു ഈസ് ക്വാളിഫൈഡ് ടു ദ അപ്പോയിൻറ്റഡ് ആസ് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. നമ്മൾ കഴിഞ്ഞതിന് പഠിച്ചത് കണക്ക് തന്നെ കൺട്രിയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് സുപ്രീം കോടതി എന്നുള്ള ജഡ്ജായിരിക്കണം. ഇവിടെ സ്റ്റേറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഹൈക്കോടതി എന്നുള്ള ജഡ്ജായിരിക്കണം. ഇൻ അതർ വേർഡ്സ്, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് മസ്റ്റ് ഹാവ് ഹെൽഡ് എ ജുഡീഷ്യൽ ഓഫീസ്
for 10 years or been an advocate of a high court for 10 years. 10 വർഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കുന്ന ഇന്ത്യൻ സിറ്റിസനായ ഒരു വ്യക്തിയെയാണ് അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കുന്നത്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് അഡ്വക്കേറ്റ് ജനറൽ ഈസ് നോട്ട് ഫിക്സ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എത്ര വർഷം ഇരിക്കാമെന്നുള്ളത്, പവറിൽ ഇരിക്കാമെന്നുള്ളത് ഫിക്സ്ഡ് അല്ല. ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ഗവർണർ. ഗവർണറിന് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ തുടരാവുന്നതാണ്. ദിസ് മീൻസ് ദാറ്റ് ഹി മേ ബി റിമൂവ്ഡ് ബൈ ദ ഗവർണർ അറ്റ് എനി ടൈം. അതുപോലെ തന്നെ എപ്പോൾ വേണമെന്ന് വെച്ചാലും ഗവർണറിന് നീക്കം ചെയ്യാനും പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ ചീഫ് മിനിസ്റ്ററുടെ കേസ് പഠിച്ചപ്പോൾ അങ്ങനെ പറ്റില്ലായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അഡ്വക്കേറ്റ് ജനറൽ? ടു ഗീവ് അഡ്വൈസ് ടു ദ ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് അപ്പോൺ സച്ച് ലീഗൽ മാറ്റേഴ്സ് വിച്ച് ആർ റെഫേർഡ് ബൈ ഹിം ബൈ ദ ഗവർണർ. ഗവർണർ പറയുന്ന എന്താണ് ഓരോ ലീഗൽ മാറ്റേഴ്സ്, ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എടുക്കുമ്പോൾ അവർക്ക് കുറേ ലീഗൽ മാറ്റേഴ്സ് വരും പൊതുവേ. അപ്പോൾ ആ ലീഗൽ മാറ്റേഴ്സിനൊക്കെ ഗവർണർക്ക് ഉപദേശം കൊടുക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഈ അഡ്വക്കേറ്റ് ജനറലാണ്. അവർ തമ്മിൽ ലീഗൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തെയാണ് എല്ലാ ലീഗൽ മാറ്റേഴ്സും ഏൽപ്പിക്കുന്നത്. ടു പെർഫോം സച്ച് അതർ ഡ്യൂട്ടീസ് ഓഫ് എ ലീഗൽ ക്യാരക്ടർ ദാറ്റ് ആർ അസൈൻ ടു ബൈ ഹിം ബൈ ദ ഗവർണർ. അതുപോലെ തന്നെ ഗവർണർ ഓരോ ചുമതലകൾ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. ലീഗൽ പരമായിട്ട് ഓരോ നിയമപരമായി ഒരു സംസ്ഥാനത്തിനുണ്ടായിരുന്ന കുറേ കാര്യങ്ങളുടെ ചുമതല അദ്ദേഹത്തിന് കൊടുക്കും. ടു ഡിസ്ചാർജ് ദ ഫംഗ്ഷൻ കോൺഫേർഡ് ഓൺ ഹിം ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ എനി അതർ ലാ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നിയമമോ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന എന്തെങ്കിലും ഒരു നിയമമോ ഒക്കെ നിയമത്തിനെ പറ്റിയും അതിനെപ്പറ്റി ഇടപെടാനും ഒക്കെ അധികാരമുള്ളത് ആർക്കാണ്? ഈ അഡ്വക്കേറ്റ് ജനറലാണ്. ദ അഡ്വക്കേറ്റ് ജനറൽ ഈസ് എൻറ്റൈറ്റിൽഡ് ടു അപ്പിയർ ബിഫോർ എനി കോർട്ട് ഓഫ് ലാ വിത്തിൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനകത്ത് എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാകുന്നതും ആരാണ്? ഈ അഡ്വക്കേറ്റ് ജനറലാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴോ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കിന് കോർട്ടിൽ പോയി ഹാജരായി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഈ അഡ്വക്കേറ്റ് ജനറലാണ്. അപ്പോൾ അത്രയായപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ആർട്ടിക്കിൾ 168 to 212 in Part 6 of the Constitution deals with the organization, composition, duration, officers, procedures, privileges, പവേഴ്സ് ആൻഡ് സോ ഓൺ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന് വേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 168 to 212 എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ആയിരിക്കണം ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് നോക്കാം. There is no uniformity in organization of state legislature. Most of the states have unicameral system while others have bicameral system. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റുകളുണ്ട് എങ്കിലും ഈ സ്റ്റേറ്റുകളുടെ എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളും എന്തല്ല ഒരുപോലെയല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ പോലെ ആയിരിക്കില്ല തമിഴ്നാടിൻ്റെത് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഓക്കെ. In the state having bicameral system, the state legislature consists of governor, the legislative council and legislative assembly. അപ്പോൾ ബൈക്യാമറൽ സിസ്റ്റം ഉള്ള സ്ഥലത്ത് ഒരു ഗവർണർ ഉണ്ടാവും, ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും. ഇനി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈസ് കാൾഡ് വിധാൻ പരിഷത്ത്, ഈസ് ദ അപ്പർ ഹൗസ് ആൻഡ് സെക്കൻഡ് ചേംബർ ഓഫ് ഹൗസസ് ഓഫ് എൽഡേഴ്സ്. അപ്പം ലെജിസ്ലേറ്റീവ് കൗൺസിൽ തന്നെ അപ്പർ ഹൗസും കാണും, ലോവർ ഹൗസും കാണും. നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ലോക്സഭയും രാജ്യസഭയും പറയുന്ന കണക്ക് ഒരു ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ രണ്ട് ടൈപ്പ്, അപ്പർ ഹൗസും കാണും, ലോവർ ഹൗസും കാണും. വിധാൻ പരിഷത്തും കാണും, വിധാൻ സഭയും. അങ്ങനെയാണ് അപ്പർ ഹൗസിനെയും ലോവർ ഹൗസിനെയും അറിയപ്പെടുന്നത്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇപ്പം നമ്മളെ കേരളത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, അതുപോലെ ആയിരിക്കില്ല മറ്റ് സംസ്ഥാനത്ത്. അപ്പം ഇതേപോലെ യൂണിക്യാമറലും ഉണ്ട്, ബൈക്യാമറലും ഉണ്ട്. ഓക്കെ. Composition of two houses. Composition of legislative assembly. The legislative assembly consists of representatives directly elected by the people on the basis of universal adult franchise. അപ്പോൾ ഓരോ നിയമനിർമ്മാണ സഭകളിലും ഉള്ള അംഗങ്ങളെ അല്ലെങ്കിൽ മന്ത്രിമാരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. എങ്ങനെ? യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഉപയോഗിച്ച്. എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്? ഏതൊരു 18 വയസ്സ് തികഞ്ഞ വ്യക്തിക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ വോട്ടിലൂടെയാണ്, നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, നമ്മളെ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർ പോയി അവർക്ക് ഇഷ്ടപ്പെട്ട പ്രതിനിധിയെ എന്ത് ചെയ്യും? ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്.
ഇറ്റ്സ് മാക്സിമം സ്ട്രെങ്ത് ഈസ് ഫിക്സഡ് അറ്റ് 500 ആൻഡ് മിനിമം സ്ട്രെങ്ത് ഈസ് 60. അപ്പോൾ ഓരോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും 500, 60 മിനിമം, 500 വരെ ആകാം. ദ ഗവർണർ ക്യാൻ നോമിനേറ്റ് 1 മെമ്പർ ഫ്രം ദ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ ഗവർണർക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ അസംബ്ലി ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഓൺ ബേസ് ഓഫ് പോപ്പുലേഷൻ റേഷ്യോ. ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി സംവരണ സീറ്റുകളുണ്ട്. മനസ്സിലായല്ലോ, ഇലക്ഷന് സംവരണ സീറ്റുകളുണ്ട്. Composition of Legislative Council. Unlike the members of Legislative Assembly, the members of Legislative Council are indirectly elected. The maximum strength of council is fixed at 1/3 of total strength of assembly and the minimum strength is fixed at 40. അപ്പം ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാര്യം ഡയറക്റ്റ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, അവിടെ എന്താണ്, ഡയറക്റ്റായിട്ടല്ല, ഇവർ പോയിട്ട് എന്ത് ചെയ്യും, ആൾക്കാരെ ഇലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മിനിമം സ്ട്രെങ്ത് 40 ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ആണ് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കേസിലാണ്, അവിടെ ഡയറക്റ്റ് ഇലക്ഷൻ ഇല്ല. ഓക്കെ, ഇനി നേരത്തെ ബൈക്യാമറൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 2 ഹൗസസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ ഡ്യൂറേഷനെ പറ്റിയാണ് നോക്കുന്നത്. ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് നോട്ട് എ കണ്ടിന്യൂയിങ് ചേംബർ. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് ചേംബർ അല്ല. ഇറ്റ്സ് നോർമൽ ടേം ഈസ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് മീറ്റിംഗ് ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻ. 5 വർഷ കാലാവധിയാണ് ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് ഉള്ളത്. ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈസ് എ കണ്ടിന്യൂയിങ് ചേംബർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പെർമനൻറ്റ് ബോഡി ആൻഡ് ഈസ് നോട്ട് സബ്ജക്ഷൻ ടു ഡിസൊല്യൂഷൻ. പക്ഷേ ലെജിസ്ലേറ്റീവ് കൗൺസിലാണെങ്കിലോ അതൊരു പെർമനൻറ്റ് ഇതാണ്, സ്ഥിരം സഭയാണ്, അവരെന്ത് ചെയ്യത്തില്ല, പിരിച്ചുവിടത്തില്ല. ബട്ട് 1/3 ഓഫ് ഇറ്റ്സ് മെമ്പർ റിട്ടയർ ഓൺ ദ എക്സ്പിറേഷൻ ഓൺ എവറി സെക്കൻഡ് ഇയർ. പക്ഷേ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആൾക്കാർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് എന്ത് ചെയ്യും, റിട്ടയറായി പോകും. സോ എ മെമ്പർ കണ്ടിന്യൂ ഫോർ 6 years. അതുകൊണ്ട് തന്നെ ഒരു മെമ്പറിന് 6 വർഷമാണ് അവിടുത്തെ കാലാവധി. പക്ഷേ നമ്മൾ നേരത്തെ ലോക്സഭയും രാജ്യസഭയും പഠിച്ചത് കണക്ക് ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യുന്നില്ല, സ്ഥിരം ആണ്. പക്ഷേ എന്ത് ചെയ്യും, ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആൾക്കാർ റിട്ടയർ ചെയ്ത് പോകും. പക്ഷേ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലോ 5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോൾ പിന്നെ ഇലക്ഷനാണ്. ഓക്കെ, മെമ്പർഷിപ്പ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇനി സംസ്ഥാന നിയമസഭയിൽ എന്ത് ചെയ്യാണ്, മെമ്പർ ആകാനുള്ള ക്വാളിഫിക്കേഷനാണ്. ഹി മസ്റ്റ് ബി എ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ടു ബിയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലയൻസസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ടു അപ്ഹോൾഡ് ദ സോവറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിക്കുന്ന, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹി മസ്റ്റ് നോട്ട് ലെസ് ദാൻ 30 years of age in case of legislative council and not less than 25 years of age in the case of legislative assembly. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിൽ 25 വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും മത്സരിക്കുക. പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞവർക്കാണ് യോഗ്യത. എ പേഴ്സൺ ടു ബി ഇലക്റ്റഡ് ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി മസ്റ്റ് ബി എ ഇലക്ടർ ഓഫ് ആൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദ കൺസേൺഡ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വ്യക്തിയായിരിക്കണം. ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് തന്നെ പറയാം. കേരള നിയമസഭയിൽ ഒരു മന്ത്രിയായിട്ട് പോകണമെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എന്താണ്, എലക്ഷൻ വോട്ട് ചെയ്ത് ജയിച്ച ആളായിരിക്കും മന്ത്രിയായിട്ട് പോകുന്നത്. ഓക്കെ, he must be a member of scheduled caste or scheduled tribe if he want to contest in a seat of reservation. നേരത്തെ പറഞ്ഞതുപോലെ സംവരണ സീറ്റുകളിലേക്ക് ആർക്കാണോ അർഹതപ്പെട്ട ആ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യാന്നാണ് നോക്കുന്നത്. ഇഫ് ഹീ ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ്സ് ഓർ ഡിക്ലെയർ ബൈ എ കോർട്ട്. എന്തെങ്കിലും മാനസികമായ പ്രശ്നമുള്ള ആൾക്കൊന്നും ഇത് മത്സരിക്കാൻ പറ്റില്ല. ഇഫ് ഹീ ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ അല്ല എങ്കിൽ, അതായത് ഇവിടെ ജനിച്ചിട്ട് ഫോറിനിലാണ് കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യുക, അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആണെങ്കിലും പറ്റില്ല. ഇഫ് ഹീ ഈസ് സോ ഡിസ്ക്വാളിഫൈഡ് അണ്ടർ എനി ലാ ബൈ ദ പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ലാ ഡിസൊബേ ചെയ്തതിന് പണിഷ് ചെയ്ത ആളോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ക്വാളിഫൈ ആവില്ല.
he must not have been found guilty of certain election offenses or corrupted practice in the election. അല്ല, ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കൈക്കൂലിയോ അഴിമതിയോ ഒക്കെ ഇതിൽ പിടിയിലാവുന്നവർക്ക് അവർക്കും ഈ ഇതിനകത്തോട്ട് ഇലക്ഷനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. He must not have been convicted for any offense resulting imprisonment for 2 or more years. 2 അതിലധികം വർഷമോ ജയിലിൽ കിടന്ന വ്യക്തികൾക്കും പറ്റില്ല. He must not have failed to lodge an account of his election expenses with in the time. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വത്ത് വിവരങ്ങൾ കാണിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഇത്ര പൈസ ഉപയോഗിച്ച് അവർക്ക് പബ്ലിസിറ്റി ചെയ്യാവൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചില്ല എങ്കിലും ഇവരെന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യും. ഈ മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഡിസ്മിസ്ഡ് ഫ്രം ഗവൺമെൻറ് സർവീസസ്. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിലിരുന്ന് ഡിസ്മിസ് ചെയ്ത ആൾക്കാരെയും ഒന്നും ഇതിനകത്ത് ക്വാളിഫൈ ആക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ആൾക്കെല്ലാം ഡിസ്ക്വാളിഫിക്കേഷനാണ്. എന്തിന്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ ഒരു മന്ത്രി ആവാനോ ഒക്കെ പറ്റില്ല, ഇത്രയും ആൾക്കാർക്ക്. ഇനി എന്തൊക്കെയാണ് പവേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ പവേഴ്സും ഫങ്ഷൻസും. ലോ മേക്കിംഗ് ഫങ്ഷൻ. ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഈസ് എംപവേർഡ് ടു മേക്ക് ലോസ് ഓൺ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഒരു സംസ്ഥാനത്തിന് നിയമങ്ങൾ ഉണ്ടാക്കുകയും നിയമങ്ങളെക്കുറിച്ച് പറയുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ ലോ മേക്കിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഉള്ളതാണ്. പിന്നെ ഫിനാൻഷ്യൽ പവേഴ്സ്. ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കീപ്സ് കൺട്രോൾ ഓവർ ഫിനാൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ടതും ആരാണ്? ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. അപ്പോൾ അത് 2 എണ്ണമാണ് ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഗവർണർ പഠിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ബാക്കി ഇപ്പോൾ പവേഴ്സും ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ചീഫ് മിനിസ്റ്ററിൻ്റെ കാര്യങ്ങൾ, ചീഫ് മിനിസ്റ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ, പവേഴ്സ് എല്ലാം പഠിച്ചു. പിന്നെ എന്താണ്, അഡ്വക്കേറ്റ് ജനറലെ പറ്റി പഠിച്ചു. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പറ്റി പഠിച്ചു. ദെൻ എന്താണ് ഇവിടുത്തെ ഹൗസസ് അല്ലേ, കോമ്പോസിഷൻ പഠിച്ചു. അഡ്വക്കേറ്റ് ജനറൽ പഠിച്ചതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് പഠിച്ചു. ഇനി സ്റ്റേറ്റ് കൗൺസിലുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുണ്ട്, അവിടെ മെമ്പേഴ്സിനെയൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. ഒടുവിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ എന്ത് ചെയ്തു, ഫങ്ഷനും പഠിച്ചു. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ, ഇപ്പം നേരത്തെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചത് എന്തായിരുന്നു, സുപ്രീം കോർട്ടിനെ പറ്റി. അപ്പോൾ സ്റ്റേറ്റിൻ്റെ കേസ് വരുമ്പോൾ ഹൈക്കോർട്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി പഠിക്കാനുള്ളത് ഹൈക്കോർട്ടിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഫംഗ്ഷനും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ.